ഒരൊറ്റ തവണ തേച്ചപ്പോൾ തന്നെ ഇത്രയ്ക്ക് റിസൾട്ട് കിട്ടിയെങ്കിൽ ഡെയിലി തേച്ചാലുള്ള അവസ്ഥ എന്താവുന്നാട്ടോ ഞാൻ ശരിക്കും ആലോചിക്കുന്നത്. ഒരു വീഡിയോയിൽ കണ്ടിട്ട് ശരിക്കും ഇത് വിശ്വസിക്കാൻ പറ്റാതെ ആട്ടോ ഞാനൊന്ന് ട്രൈ നോക്കിയത്. പക്ഷേ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ ശരിക്കും അന്തം വിട്ടുപോയി. ഇത് അപ്ലൈ ചെയ്ത കയ്യോ അപ്ലൈ ചെയ്യാത്ത കയ്യും തമ്മിൽ ഒത്തു നോക്കുമ്പോഴാട്ടോ ശരിക്കും ഒരു ഡിഫറൻസ് മനസ്സിലാവുക. ഇത് ശരിക്കും ഒരു ടാൻ റിമൂവ് ആയി നമുക്കൊരു ഇൻസ്റ്റന്റ് ബ്രൈറ്റ്നസ് തരുന്നതാട്ടോ. അപ്പൊ എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് ഈ ഒരു ചേഞ്ച് വരുന്നത്, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ആഡ് ചെയ്യുന്നതൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിന് മുൻപ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂട്ടോ. അധികം വൈകിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഫസ്റ്റ് വേണ്ടത് ഉഴുന്നാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാവും. ഇനി കൂടുതൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി അതേപോലെ തന്നെ പച്ചരി, നമ്മൾ എത്ര ഉഴുന്ന് എടുത്തിട്ടുണ്ടോ അത്രയും അളവിലുള്ള പച്ചരി കൂടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ അളവിലായിരിക്കണം രണ്ടും എന്നുള്ളതാണ് കേട്ടോ. അതായത് ഉഴുന്ന് കൂടുതൽ എടുത്തു പച്ചരി കുറച്ചേ എടുത്തുള്ളൂ, അങ്ങനെ വരരുത്. ഉഴുന്ന് എത്രയാണോ എടുക്കുന്നത് അത്ര തന്നെ പച്ചരി എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ നല്ല ഫൈൻ പൗഡർ കിട്ടണം. ഇനി കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടി അരിപ്പ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തരിതരിയായിട്ട് എടുക്കാം കേട്ടോ. തരിതരിയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് നമുക്കൊരു സ്ക്രബിന്റെ ഫീൽ ആയിരിക്കും കിട്ടുക. അപ്പോൾ അത് നമുക്കിപ്പോൾ ആവശ്യമില്ല, നമുക്ക് ഫൈൻ പൗഡർ തന്നെയാണ് വേണ്ടത്. അപ്പോൾ നന്നായിട്ട് ഫൈൻ പൗഡർ ആയിട്ടുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കണം. ഇപ്പോൾ എൻ്റെ പൗഡറിന്റെ അളവ് കുറച്ച് കൂടുതലാണ്, അപ്പം ഞാൻ കുറച്ച് മാറ്റി വെക്കുകയാണ്. നമുക്ക് വേറെ സമയത്തൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ തൽക്കാലം എനിക്ക് ആവശ്യത്തിന് വേണ്ടത് മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമ്മളിത് നെക്സ്റ്റ് ചേർക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടി, അതായത് 3rd ഇൻഗ്രീഡിയൻറ്റ് ഗോതമ്പ് പൊടിയാണ്. അപ്പം നമ്മുടെ എല്ലാവരുടെ വീട്ടിലും നോർമലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ തന്നെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പാക്കിന് വേണ്ടത്. 4മതായിട്ട് വേണ്ടത് തൈരാണ് കേട്ടോ. തൈര് നമുക്ക് 1-1.5 ടീസ്പൂൺ ഒക്കെ എടുത്താൽ മതിയാവും. കുറേ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല തൈര്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ആഡ് ചെയ്യാൻ പോകുന്നത് പാലാണേ. പാലെടുക്കുമ്പോൾ തിളപ്പിച്ചത് വേണോ തിളപ്പിക്കാത്തത് വേണോ അങ്ങനത്തെ ഡൗട്ട് ഒന്നും വേണ്ട, ഏതെടുത്താലും കുഴപ്പമില്ല. ഞാൻ തിളപ്പിക്കാത്തതാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതിൽ ഗോതമ്പ് പൊടി ഉള്ളതുകൊണ്ട് കട്ട കുത്താനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചധികം പാല് തന്നെ, അതിനൊരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അതിനനുസരിച്ച് പാല് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ ഒരു പാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ബോഡിയിൽ എവിടെ വേണേലും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാന്നാട്ടോ പറയുന്നത്. ഒന്നും നോക്കിയില്ല, കയ്യിൽ തന്നെ ഇത് പരീക്ഷണം നടത്തി നോക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു കയ്യിൽ മാത്രം അപ്ലൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് 2 കൈയിന്റെയും തമ്മിലുള്ള ഡിഫറൻസ് അറിയാലോ. അതിന് വേണ്ടിയിട്ടാണോ ഞാൻ ഒരു കയ്യിൽ മാത്രം അപ്ലൈ ചെയ്ത് നോക്കുന്നത്. ഇത് സ്ക്രബ് ചെയ്യുന്ന മാതിരി ഞാനിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ സ്ക്രബിന്റെ ആ ഒരു എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, കാരണം നൈസ് പൊടിയാണല്ലോ. അതുകൊണ്ട് ആ ഒരു എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ സ്ക്രബ് ചെയ്യുന്ന മാതിരി നമുക്ക് ഇങ്ങനെ തോന്നും കേട്ടോ ഇത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ. ഇത് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതാണ് ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് മസാജ് ചെയ്യുക. എവിടെയാണോ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് അവിടെ നന്നായിട്ട് മസാജ് ചെയ്യുക. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഒരു 10 to 20 മിനിറ്റ്സ് എങ്കിലും വെയിറ്റ് ചെയ്ത് നന്നായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കണം. ഞാൻ വളരെ എക്സൈറ്റഡ് ആയിട്ട് തന്നെ കേട്ടോ ഇങ്ങനെ സ്പൂണ് വെച്ചിട്ട് റിമൂവ് ചെയ്ത് നോക്കിയത്. അപ്പം തന്നെ എനിക്ക് ആ സ്കിന്നിൻ്റെ ആ ഒരു വൈറ്റനിങ് എഫക്റ്റ് ഞാൻ ശരിക്കും തിരിച്ചറിഞ്ഞു. അപ്പം തന്നെ ഞാൻ പോയിട്ട് വെള്ളമൊക്കെ എടുത്തുകൊണ്ട് വന്ന് കഴുകുകയാണ്. ശരിക്കും സ്കിൻ ഇങ്ങനെ ബ്രൈറ്റനായി വരുന്നത് കാണുമ്പോൾ തന്നെ ഒരു വല്ലാത്ത സന്തോഷം കേട്ടോ. ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടുമ്പോൾ നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങാത്ത സാധനങ്ങൾ, അത് നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ യൂസ് ചെയ്തിട്ടാണ് ഇത് കിട്ടുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും അധികം സന്തോഷം കേട്ടോ. അപ്പം നിങ്ങളൊന്ന് നോക്കി, നല്ല രീതിയിൽ ആ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് 2 കൈയും വെച്ച് നോക്കുമ്പോൾ ആ ഒരു ചേഞ്ച് മനസ്സിലാവുന്നുണ്ട്. അപ്പം സ്കിന്ന് ബ്രൈറ്റൻ ആവണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും ഈ ഒരു പാക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല, കാരണം നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമാണ് ഇതിന് വേണ്ടത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കിട്ടിയിട്ട് അറിയിക്കണേ. ബൈ.